മസ്ലിൻ സിൽക്കിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ്. 2 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മസ്ലിൻ സിൽക്കിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ആണ്. ടിഗ്ലൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതാണ് എന്റെ യോക്ക് ഏരിയയിൽ വന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബോഡി ഫാബ്രിക് വരുന്നത്. മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ മസ്ലിൻ സിൽക്ക് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഫാബ്രിക് ഉണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ്. ഈ യോക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് ബോട്ടം ഫാബ്രിക് വരുന്നത്. രണ്ട് സൈഡും ഇലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ്. 39 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും ഫാബ്രിക് മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാബ്രിക് മസ്ലിൻ സിൽക്ക് ആണ്. മസ്ലിൻ സിൽക്കിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ അടുത്ത കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടീൽ ഗ്രീൻ ആണ്. ഡിക്ലൈറ്റ് ആണ്. സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. 2 കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യോക്കിലെ ഫാബ്രിക് ആണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത്. ഡിസൈൻ ഇങ്ങനെയാണ്. സൈഡ് സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഫാബ്രിക് ഉണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത്. യോക്കിലെ ഫാബ്രിക്കിന് മാച്ച് ആവുന്നതാണ് ബോട്ടം ഫാബ്രിക് വരുന്നത്. രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആണ്. നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ്. 39 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം. ദുപ്പട്ട ഫാബ്രിക് വരുന്നത് 2 കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ യോക്കിലെയും അതായത് യോക്ക് ഫാബ്രിക് മീൻസ് പാന്റിന്റെ ഫാബ്രിക്കും ടോപ്പിന്റെ ഫാബ്രിക്കും മിക്സ് ആയിട്ട് വരുന്നതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.